ഭാര്യയുമായി ബന്ധമുണ്ടെന്ന് സംശയിച്ച് ഭർത്താവ് സുഹൃത്തിനെ ക്രൂരമായി മർദ്ദിച്ചു. വർക്കല മാന്ത്ര സ്വദേശി വിഷ്ണുരാജിനാണ് മർദ്ദനമേറ്റത്. കേസിൽ വർക്കല സ്വദേശി ഗിരീഷ്, പരവൂർ സ്വദേശി ദീപക് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റൊരു പ്രതിയായ ജിത്തുവിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. റഹീസ് റഷീദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. റഹീസ്, ഈ ഗിരീഷാണോ ഇതിലെ ഭർത്താവ്? ഗിരീഷിനാണോ ഈ ഭാര്യയുമായി സുഹൃത്തിന് ബന്ധമുണ്ടെന്ന് സംശയം? ഈ സുഹൃത്ത് എന്ന് പറയുന്നത് ആരാണ്? മാത്രമല്ല, ഇതിലിപ്പോൾ പ്രതികളായി 3 പേരെയൊക്കെ കാണുന്നു. ഇവരൊക്കെ ആരാണ്? റോഷ്നി, ഗിരീഷും ഇതിൽ മർദ്ദനമേറ്റ വിഷ്ണുരാജും പ്രതികളായ മറ്റ് 2 പേർ ജിത്ത്, ദീപക്, ഇവർ 4 പേരും അടുത്തടുത്ത സുഹൃത്തുക്കളാണ്. ഇതിൽ വിഷ്ണുരാജിന് ഗിരീഷിൻ്റെ ഭാര്യയുമായി ബന്ധമുണ്ട് എന്ന സംശയം ഗിരീഷിന് വരികയും ഇതിൻ്റെ ഭാഗമായി നേരത്തെ ആലോചിച്ചുറപ്പിച്ച് ഗിരീഷും വിഷ്ണുരാജും മറ്റു പ്രതികളായ 2 പേർ, ഒരാളും കൂടി ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയാണ് ചെയ്തത്. ഇന്നലെ വൈകിട്ട് ഒരുമിച്ചിരുന്ന് മദ്യപിച്ചു. മദ്യപാനത്തിന് ശേഷം ഈ വിഷ്ണുരാജിനോട് ഗിരീഷ് മറ്റൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ കുറച്ച് പണിയുണ്ട്, നമുക്ക് അവിടെ വരെ പോകാമെന്ന് പറഞ്ഞ് ഇരുചക്ര വാഹനത്തിൽ ഈ 3 പ്രതികളും കൂടി 3-ാം പ്രതിയായ ദീപകിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അവിടെ എത്തിയപ്പോൾ വിഷ്ണുരാജിനെ മറ്റു 3 പ്രതികളും കൂടി മർദ്ദിച്ചു. വെട്ടുകത്തിയുടെ പുറം ഭാഗം കൊണ്ട് മർദ്ദിച്ചു എന്നാണ് വിഷ്ണുരാജ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. കൈക്കും കാലിനും മുതുകത്തുമാണ് പരിക്കേറ്റിരിക്കുന്നത് വിഷ്ണുരാജിന്. വിഷ്ണുരാജ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിനുശേഷം പ്രതികൾ പല സ്ഥലത്തേക്ക് മാറിപ്പോയി. ഇതിൽ 1-ാം പ്രതി ഗിരീഷിനെയും 3-ാം പ്രതി ജിത്തുവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. 2-ാം പ്രതി ജിത്തിനെയാണ് ഇനി കിട്ടാനുള്ളത്. ജിത്തിന് വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നതായി പോലീസ് അറിയിച്ചിട്ടുണ്ട്. റോഷി, തിരുവനന്തപുരത്ത് നിന്നും റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഇപ്പോൾ ഒരു പ്രതിക്കായുള്ള തിരച്ചിൽ നടക്കുകയാണ്.